ഹായ് എല്ലാവർക്കും എസ് സി ആർ ടി സമഗ്രയിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററായ നാടറിയാം എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വായിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ഇതിൽ കേരളത്തിലെ മണ്ണാണ് വായിക്കുന്നത്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് മണ്ണ്. മണ്ണും മനുഷ്യരും തമ്മിലുള്ള പരസ്പര ബന്ധത്തിലൂടെയാണ് മനുഷ്യ സംസ്കാരം രൂപപ്പെട്ടത്. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളോ അവയെ ആശ്രയിക്കുന്ന ജീവികളോ നിലനിൽക്കില്ല. മണ്ണില്ലെങ്കിൽ സസ്യങ്ങളോ അവയെ ആശ്രയിക്കുന്ന ജീവികളോ നിലനിൽക്കില്ല. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. മണ്ണിന്റെ രൂപപ്പെടലിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? മണ്ണിന്റെ രൂപപ്പെടലിന് കാരണമായ ഘടകങ്ങളാണ് ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം. എന്തൊക്കെയാണ് മണ്ണിന്റെ രൂപപ്പെടലിന് കാരണമായ ഘടകങ്ങൾ? ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. എത്രയാണ്? 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000 വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങളാണ് ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണ്, ചെമ്മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ, എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ, വനമണ്ണ് ഓർ ഫോറസ്റ്റ് സോയിൽ. ഏതൊക്കെയാണ്? ചെങ്കൽ മണ്ണ് ഓർ ലാറ്ററൈറ്റ് സോയിൽ, ചെമ്മണ്ണ് ഓർ റെഡ് സോയിൽ, എക്കൽ മണ്ണ് ഓർ അലൂവിയൽ സോയിൽ, വനമണ്ണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിലാണ്. കറുത്ത മണ്ണ് ഓർ ബ്ലാക്ക് സോയിൽ, പീറ്റ് മണ്ണ് എന്നിവയും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ? ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ്, കറുത്ത മണ്ണ്, പീറ്റ് മണ്ണ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ഇനി അതിൽ ഓരോ മണ്ണിനും നോക്കാം. ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിൽ കേരളത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനാണ് ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിലാണ് കേരളത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം. നനയുമ്പോൾ പശിമയും വെയിൽ കൊള്ളുമ്പോൾ കാഠിന്യവും പ്രകടമാകുന്ന ഈ മണ്ണിന് അമ്ല ഗുണമാണ് കൂടുതലുള്ളത്. എങ്ങനെയാണ് പ്രത്യേകത? നനയുമ്പോൾ പശിമയും വെയിൽ കൊള്ളുമ്പോൾ കാഠിന്യം പ്രകടമാകുന്ന മണ്ണിന് അമ്ല ഗുണമാണ് കൂടുതലുള്ളത്. ഇതാണ് ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ്. കുമ്മായം ചേർത്ത് കൃഷി ചെയ്യുന്നതിൽ കുമ്മായം ചേർത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, മരച്ചീനി, കൈതച്ചക്ക എന്നിവ അനുയോജ്യമാണ് മണ്ണിനാണിത്. ഏതാണ്? ചെങ്കൽ മണ്ണാണ്. തെങ്ങ് കൃഷിക്കും വാഴ കൃഷി, കുരുമുളക്, കശുമാവ്, മരച്ചീനി ഇതൊക്കെ വരുന്നത് തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, മരച്ചീനി, കൈതച്ചക്ക എന്നിവയ്ക്ക് അനുയോജ്യമായ മണ്ണിന് ഇതാണ് ചെങ്കൽ മണ്ണാണ്. നെക്സ്റ്റ് ആണ് ചെമ്മണ്ണ് അല്ലെങ്കിൽ റെഡ് സോയിൽ. കേരളത്തിലെ ചെമ്മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന പ്രദേശമാണ് തിരുവനന്തപുരം, നെയ്യാറ്റിൻകരയും. കേരളത്തിൽ ചെമ്മണ്ണ് കൂടുതലായി കാണപ്പെടുന്ന പ്രദേശം ഏതൊക്കെയാണ്? തിരുവനന്തപുരം, നെയ്യാറ്റിൻകര. ചെമ്മണ്ണ് ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതിനാലാണ് ചെമ്മണ്ണ് ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം. എന്താ പ്രത്യേകത? ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതിനാലാണ് ചെമ്മണ്ണ് ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം. സമീകൃത വളപ്രയോഗത്തിലൂടെ തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, പച്ചക്കറികൾ എന്നിവയും കൃഷി ചെയ്യാൻ കഴിയും. ഏതൊക്കെയാണ്? സമീകൃത വളപ്രയോഗത്തിലൂടെ തെങ്ങ്, വാഴ, കുരുമുളക്, കശുമാവ്, പച്ചക്കറികൾ എന്നിവയും ചെമ്മണ്ണിൽ കൃഷി ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ആണ് എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലൂവിയൽ സോയിൽ. നദീതീരങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനാണ് എക്കൽ മണ്ണ്. വെള്ളപ്പൊക്കത്തിനു ശേഷം പുതിയ എക്കൽ അടിയുന്നതിനാൽ വളക്കൂറ് കൂടുതലാണ്. വെള്ളപ്പൊക്കത്തിന് ശേഷം പുതിയ എക്കൽ അടിയുന്നതിനാൽ വളക്കൂറ് കൂടുതലുള്ള മണ്ണാണ് എക്കൽ മണ്ണ് അല്ലെങ്കിൽ അലുവിയൽ സോയിൽ. എക്കൽ മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് വേമ്പനാട് കായലിന്റെ സമീപ പ്രദേശങ്ങളിലാണ് എക്കൽ മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. വേമ്പനാട് കായലിന്റെ സമീപ പ്രദേശങ്ങളിലാണ് എക്കൽ മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നല്ല ഫലഭൂഷ്ടിയുള്ള എക്കൽ മണ്ണിൽ നെല്ല്, തെങ്ങ്, വാഴ, പച്ചക്കറി എന്നിവയൊക്കെ കൃഷി ചെയ്യാൻ കഴിയും. അപ്പോൾ എക്കൽ മണ്ണ് എവിടെ കാണപ്പെടുന്നത്? നദീതീരങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിനാണ് എക്കൽ മണ്ണ്. ഈ എക്കൽ മണ്ണിൽ പുതിയ എക്കൽ അടി വെള്ളപ്പൊക്കത്തിന് ശേഷം പുതിയ എക്കൽ അടിയുന്നതിന് വളക്കൂറ് കൂടുതലാണ്. എക്കൽ മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏത് കായലിന്റെ സമീപ പ്രദേശങ്ങളാണ്? വേമ്പനാട് കായലിന്റെ സമീപ പ്രദേശങ്ങളിലാണ് എക്കൽ മണ്ണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. നല്ല ഫലഭൂഷ്ടിയുള്ള എക്കൽ മണ്ണിൽ നെല്ല് കൃഷി ചെയ്യാം, തെങ്ങ് കൃഷി ചെയ്യാം, വാഴ കൃഷി ചെയ്യാം, പിന്നെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് ആണ് വനമണ്ണ് അല്ലെങ്കിൽ ഫോറസ്റ്റ് സോയിൽ. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 25% കാണപ്പെടുന്ന മണ്ണിന് ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് വനമണ്ണാണ്. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതി എടുത്തു കഴിഞ്ഞാൽ അത് 25% കാണപ്പെടുന്ന മണ്ണിന് ഏതാണ്? ഫോറസ്റ്റ് സോയിൽ അല്ലെങ്കിൽ വനമണ്ണാണ്. അമ്ലാംശം, ജൈവാംശം, നൈട്രജൻ എന്നിവ അടങ്ങിയിട്ടുള്ള മണ്ണിനും ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വനമണ്ണാണ്. അമ്ലാംശം, ജൈവാംശം, നൈട്രജൻ എന്നിവ അടങ്ങിയിട്ടുള്ള മണ്ണിനാണ് വനമണ്ണാണ്. വനനശീകരണം മൂലമുണ്ടാകുന്ന മണ്ണൊലിപ്പിലൂടെ വനമണ്ണ് നഷ്ടപ്പെടുന്നു. വനനശീകരണം മൂലമുണ്ടാകുന്ന മണ്ണൊലിപ്പിലൂടെ വനമണ്ണ് നഷ്ടപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് ആണ് ബ്ലാക്ക് സോയിൽ അല്ലെങ്കിൽ കറുത്ത മണ്ണ്. കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. എവിടെയാണ്?
കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്ലേസാണ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ്. നനയുമ്പോൾ കുതിർന്ന് വികസിക്കുകയും വേനൽക്കാലത്ത് വിണ്ടുകീറുകയും ചെയ്യുന്ന മണ്ണിനാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ. നനയുമ്പോൾ കുതിർന്ന് വികസിക്കുകയും വേനൽക്കാലത്ത് വിണ്ടുകീറുകയും ചെയ്യുന്നത് ഏതാ? അത് കറുത്ത മണ്ണാണ്. നേരത്തെ ഒന്ന് പഠിച്ചില്ലേ? അതേതാ? നനയുമ്പോൾ പശിമയും വെയിൽ കൊള്ളുമ്പോൾ കാഠിന്യം പ്രകടമാവുന്ന മണ്ണ് ഏതാണ്? അത് ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് സോയിലാണ്. കറുത്ത മണ്ണിന്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? നനയുമ്പോൾ കുതിർന്ന് വികസിക്കുകയും വേനൽക്കാലത്ത് വിണ്ടുകീറുകയും ചെയ്യുന്ന മണ്ണിനാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിലാണ്. പരുത്തി, കരിമ്പ്, നിലക്കടല എന്നീ വിളകൾക്ക് അനുയോജ്യമാണ്. പരുത്തി, കരിമ്പ്, നിലക്കടല എന്നീ വിളകൾക്ക് അനുയോജ്യമാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ കേട്ടോ. പരുത്തി കൃഷിക്കും കരിമ്പ് കൃഷി, നിലക്കടല, പരുത്തി, നിലക്കടല, കരിമ്പ് എന്നിവയൊക്കെ വിളകൾക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിനാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിൽ. ഓക്കെ, നെക്സ്റ്റ് ആണ് പീറ്റ് സോയിൽ, പീറ്റ് മണ്ണ്. കേരളത്തിലെ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണിന് ഏതാണ്? അത് പീറ്റ് മണ്ണാണ്. കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിനാണ് പീറ്റ് സോയിൽ കേട്ടോ. കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിന് ഏതാണ്? അത് പീറ്റ് സോയിലാണ്. ഇനി മണ്ണിന്റെ തനത് സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന ചില സന്ദർഭങ്ങളാണ് അമിതമായ രാസവള കീടനാശിനി പ്രയോഗം, മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അശാസ്ത്രീയ ഖനന പ്രവർത്തനം, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ. എന്തൊക്കെയാണ് മണ്ണിന്റെ തനത് സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന ചില സന്ദർഭങ്ങളാണ് അമിതമായ രാസവള കീടനാശിനി പ്രയോഗം, മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അശാസ്ത്രീയ ഖനന പ്രവർത്തനം, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ. ഐക്യരാഷ്ട്ര സംഘടന ലോക മണ്ണ് സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാൽ അത് ഡിസംബർ 5 ഐക്യരാഷ്ട്ര സംഘടന ലോക മണ്ണ് സംരക്ഷണ ദിനമായിട്ട് ആചരിക്കുന്നത്. മണ്ണ് ഇത്രയാണ് കേരളത്തിലെ മണ്ണിനങ്ങളെ കുറിച്ച് പറയുന്നത്. മണ്ണ് സംരക്ഷണത്തിന് സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? മണ്ണ് സംരക്ഷണത്തിന് സ്വീകരിക്കാവുന്ന മാർഗങ്ങളാണ് കണ്ടൽ കാടുകൾ നിർമ്മിക്കുക, പിന്നെ കയ്യാല, പുലിമുട്ട് നിർമ്മാണം, കയർ ഭൂവസ്ത്രം, തട്ട് കൃഷി, വനവൽക്കരണം. എന്തൊക്കെയാണ് മണ്ണ് സംരക്ഷണത്തിന് സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ? എന്തൊക്കെയാണ്? കണ്ടൽ കാടുകൾ, കല്ല് കയ്യാല, പുലിമുട്ട് നിർമ്മാണം, തട്ട് കൃഷി, തട്ടായിട്ടുള്ള കൃഷിയില്ലേ, വനവത്കരണം, കയർ ഭൂവസ്ത്രം. ഇതൊക്കെയാണ് മണ്ണ് സംരക്ഷണത്തിന് സ്വീകരിക്കാവുന്ന മാർഗങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് ആണ് എന്താണ് മണ്ണ് ആപ്പ്? ഒരു പ്രദേശത്തെ പ്രധാന മണ്ണിന്റെ പോഷക നിലയെ കണ്ടെത്താൻ സഹായിക്കുന്ന ആപ്പാണ് മണ്ണ് ആപ്പ്. ഈ ആപ്പ് വികസിപ്പിച്ചെടുത്തത് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പാണ്. മണ്ണ് ആപ്പ് വികസിപ്പിച്ചെടുത്തത് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പാണ് മണ്ണ് ആപ്പ് വികസിപ്പിച്ചത്. ഒരു പ്രദേശത്തെ പ്രധാന മണ്ണിനങ്ങളെയും മണ്ണിന്റെ പോഷക നിലയെയും കണ്ടെത്താൻ സഹായിക്കുന്ന ആപ്പാണ് മണ്ണ് ആപ്പ്. ആപ്പ് വികസിപ്പിച്ചത് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പാണ്. നെക്സ്റ്റ്, മണ്ണിനെ കുറിച്ച് അട്ടപ്പാടിയിലെ ഇരുളർ വിഭാഗത്തിൽപ്പെട്ട ഉള്ളവർ പാടുന്നൊരു പാട്ടുണ്ട്. മണ്ണെ നമ്പിലേലയ്യ മരമിരുക്ക്, മരത്തെ നമ്പിലേലയ്യ മണ്ണിരുക്ക്, മരത്തെ നമ്പിലേലയ്യ കൊമ്പിരുക്ക്. അങ്ങനെ മണ്ണെഴുത്ത് 2008 2009 മണ്ണിനെ കുറിച്ച് അട്ടപ്പാടിയിലെ ഇരുളർ വിഭാഗത്തിൽ എഴുതിയ ഒരു പാട്ടാണ് കേട്ടോ അത്. നെക്സ്റ്റ്, മണ്ണ് രൂപീകരണത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നു. ഒരു അച്ഛൻ മകൾക്ക് അയച്ച കത്തുകളിലെ ഉരുണ്ടതും മിനുമിനുത്തതുമായ ഒരു ചെറിയ ഉരുളൻകല്ല്, അതിൽ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ മണ്ണ് രൂപീകരണത്തെക്കുറിച്ചും. ഓക്കെ, നെക്സ്റ്റ് ആണ് കേരളത്തിന്റെ ജലസ്രോതസ്സുകൾ. മനുഷ്യരുടെ നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രകൃതി വിഭവമാണ് ജലം. ഭൂമിയിലെ ജലത്തിന്റെ സ്രോതസ്സുകളാണ് പുഴകൾ, നീരുറവകൾ തുടങ്ങിയവയൊക്കെയാണ് ഭൂമിയിലെ ജലത്തിന്റെ സ്രോതസ്സുകൾ. ജലപ്രധാന്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ജലസമൃദ്ധി എന്ന കവിത രചിച്ചതാരാണ്? അത് മുരുകൻ കാട്ടാക്കട. ജലപ്രാധാന്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ജലസമൃദ്ധി എന്ന കവിത രചിച്ചത് മുരുകൻ കാട്ടാക്കടയാണ്. കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോട് കൂടി ചെരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെത്. എങ്ങനെയാണ് പ്രത്യേകത? കിഴക്ക് സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോട് കൂടി ചെരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റെത്. ഈ ജലസമൃദ്ധി എന്ന കവിത രചിച്ചതാണ് മുരുകൻ കാട്ടാക്കടയാണ് ജലസമൃദ്ധി എന്ന കവിത രചിച്ചത്. സഹ്യപർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. സഹ്യപർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. കേരളത്തിലെ എത്ര നദികളുള്ളത്? 44 നദികളും ഉത്ഭവിക്കുന്നത് മലനാട് ഭൂപ്രകൃതിയിൽ നിന്നാണ്. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3ആണ്. കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? അത് 41ആണ്. ഇത്രയാണ് ബേസിക് ഫാക്ട്സ് മാത്രമേ ഉള്ളൂ ഇതിൽ. ഓക്കെ, നെക്സ്റ്റ് ആണ് ജലസംരക്ഷണം. ലോകത്തിലെ ആകെ ലഭ്യതയുടെ വളരെ ചെറിയൊരു അളവ് മാത്രമാണ് ശുദ്ധജലമായിട്ടുള്ളത്. കേരളം പൊതുവെ ജലസമൃദ്ധമാണെങ്കിലും ഭൂമിശാസ്ത്രപരമായ ചെരിവ്
നീരുറവുകളിലെ ജലത്തെ വളരെ വേഗം അറബിക്കടലിൽ എത്തിക്കുന്നു. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ ഉപയോഗിക്കാവുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്? മഴക്കുഴി നിർമ്മിക്കുക, മഴവെള്ള സംഭരണി നിർമ്മിക്കുക, തടയണ നിർമ്മിക്കുക, പുതയിടൽ. എന്തൊക്കെയാണ് ജലസംരക്ഷണത്തിന് ഉറപ്പുവരുത്താൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ്? മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ, പുതയിടൽ. ഇതൊക്കെയാണ്. ഇനി ജലസംരക്ഷണ പദ്ധതികളാണ്. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഓക്കെ. ഈ അതിൽ നെക്സ്റ്റ് പദ്ധതികളാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു പദ്ധതിയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ. ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള പദ്ധതി ഹരിത കേരള മിഷനാണ് നിർവഹിക്കുന്നത്. ഹരിത കേരള മിഷന്റെ പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. ഇനി ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് മാലിന്യമുക്ത നവകേരളം പദ്ധതി. മാലിന്യമുക്ത നവകേരളം പദ്ധതിയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതിയാണ്. തെളിനീരൊഴുകും നവകേരളം. ജലജീവൻ മിഷൻ, അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ജലജീവൻ മിഷൻ. അപ്പൊ എന്തൊക്കെ പദ്ധതികളാ? ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളാണ് ഇനി ഞാൻ ഒഴുകട്ടെ. ഹരിത കേരള മിഷന്റെ പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ. മാലിന്യമുക്തം നവകേരളം പദ്ധതി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതിയാണ്. തെളിനീരൊഴുകും നവകേരളം എന്നുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പദ്ധതി തന്നെ. ജൽജീവൻ മിഷൻ എന്നുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. ജൽജീവൻ മിഷനാണ്. ഓക്കെ, ഇത്രയാണ് ഇതിലുള്ളത്. നെക്സ്റ്റ് ആണ് കേരളത്തിന്റെ വിളവൈവിധ്യം. കേരളത്തിന്റെ വിളവൈവിധ്യം തേർഡ് പാർട്ടായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.